ഇന്ന് വന്ന ഒരു കൊമൻ്റാണ് ഇത്. ചേട്ടാ, എനിക്ക് ഇന്നലത്തെ എക്സാം ഡി ബാർ കിട്ടി. ഇനി എൻ്റെ 2 വർഷം പോകുമോ അതോ പോവോ? അങ്ങനെ ആണെങ്കിൽ ഭാവി തൊലഞ്ഞു. ഇങ്ങനെയാണ് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. 3ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പി അടിക്കുകയും കോപ്പിയടി പിടിക്കുകയും ചെയ്തു. മേ ബി ഇൻവിജിലേറ്റർ പിടിക്കുകയും ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ടാവാം ഡി ബാറിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. ഈ മാൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. ചില ടീച്ചേഴ്സ് മാൽ പ്രാക്ടീസ് കണ്ടാലും ആ തുണ്ട് മാത്രം എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാതെ പോവാറുണ്ട്. ചില ടീച്ചേഴ്സ് ആ ബിറ്റ് പിടിച്ചിട്ട് ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ നിവേദനവും ആൻസർ ഷീറ്റും ബിറ്റും നമ്മൾ എഴുതിയ ക്ലാസ്സിലെ 2 കുട്ടികളുടെ വിറ്റ്നസ്സും എല്ലാം കൂടി റിപ്പോർട്ട് ചെയ്യുക. കൂടാതെ ടീച്ചേഴ്സിൻ്റെ റിപ്പോർട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ആ സെമസ്റ്റർ പരീക്ഷയിൽ ആ പരീക്ഷ മാത്രം ഇനി ജൂനിയേഴ്സിനൊപ്പം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി അങ്ങനെയല്ല, വേറെ രീതിയിൽ നമുക്ക് മാൽ പ്രാക്ടീസ് റിപ്പോർട്ട് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ പർട്ടിക്കുലർ ഇഷ്യൂ ആൻഡ് ദ പർട്ടിക്കുലർ ഇൻവിജിലേറ്റർ. അങ്ങനെ പല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് മാത്രം 1 വർഷത്തിൻ്റെ ഒരു താക്കീത് കിട്ടാറുണ്ട്. അല്ലാതെ 3 വർഷത്തേക്ക് ഡി ബാർ ഇപ്പോൾ കൊടുക്കാറില്ല. സാധാരണഗതിയിൽ ഇതിൻ്റെ ഫീഡ്ബാക്കും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് മെയിൽ വഴി യൂണിവേഴ്സിറ്റി അയക്കുന്നതാണ്. അതിലൂടെ ഇൻഫോർമേഷൻ അറിയാനും ഹിയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും. അതിനുശേഷമേ വ്യക്തമായ ഒരു ഉത്തരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. 2 വർഷം തൊലഞ്ഞു എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ചാനൽ വഴി യൂണിവേഴ്സിറ്റി അയക്കും. അതിനുശേഷം തീരുമാനിക്കാം. സോ ഡോണ്ട് വറി. പരമാവധി നമ്മൾ കോപ്പി അടിക്കാതെ ഇരിക്കുക എന്നത് തന്നെയാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോഹഭംഗങ്ങളും വിഷമങ്ങളും ഡിപ്രഷനൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ച് മുന്നോട്ട് പോവുക, അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളും ആകുലതകളും ഓവറായിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡറൊക്കെ വന്ന് ബുദ്ധിമുട്ടിലാവാറുണ്ട്. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു, അത് പിടിച്ചു, അത് റിപ്പോർട്ട് ചെയ്തു. നമ്മളിനി ഇതിനെപ്പറ്റി കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഇതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.